ഹായ്, വീട്ടിൽ നിന്നൊക്കെ പുറത്തു പോയി മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയാണല്ലേ. രാത്രി ഒരു മിസ്സിലെ ഡിന്നറും ആ ഒരു സംസാരങ്ങളൊക്കെ വിട്ടിട്ട് എന്താണ് വേറൊരു സ്ഥലത്ത് പോയി ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് അക്ഷയിൽ കൂടെയുള്ള അക്ഷയ് പ്രകാശാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഹോം സിക്നെസ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അതിനു മുന്നേ തന്നെ വലിയൊരു സോറി ആദ്യമേ തന്നെ പറഞ്ഞേക്കാം. കാരണം എനിക്കറിയാം കുറേ നാളായി, കുറേ ആഴ്ചകളായി, ഒരു മാസത്തിന് മുകളിലായി ഞാൻ നേരാവണ്ണം ഒരു എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ട്. സോ സോറി ഗൈസ്, സോ സോറി. ഐ ഹോപ്പ് ഈ വീക്ക് തൊട്ട് എനിക്ക് പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. എല്ലാ ആഴ്ചയും പറയുന്ന പോലെ തന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും എൻ്റെ ടൈം മാനേജ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. സോ അതിന് ഭയങ്കരമായ സോറി, അല്ലെങ്കിൽ വലിയൊരു സോറി ആദ്യമേ തന്നെ പറയുകയാണ്. സോ നമ്മൾ സംസാരിച്ച് തുടങ്ങിയ ടോപ്പിക്കിലേക്ക് തന്നെ വരാം. ഹോം സിക്നെസ്. ഞാനിങ്ങനെ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന സമയത്ത്, കോളേജിൻ്റെ ടൈമിലാണ് ഞാനിങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുന്നത് എന്നുള്ളത്. പിന്നെ ആ ഒരു സമയത്ത് ഇങ്ങനെ ഈ ഒരു ഹോം സിക്നെസ് എന്ന് പറയാനായിട്ട് അങ്ങനെ വീടുമായിട്ട് ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് അങ്ങനെ ഒരു പേഴ്സണൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ ഉള്ളത്ര ഇമോഷണൽ കണക്ഷനും അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റൊന്നും ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എൻ്റെ പാഷൻ അനുസരിച്ച് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പാരൻസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്തുണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ കാര്യം. ഡിറ്റാച്ച്മെൻ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഈവൻ ദോ ഇപ്പോൾ ഉള്ളത്ര സ്ട്രോങ് അല്ലായിരുന്നു ആ ഒരു സമയം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ അവിടെ വിടാം. ബട്ട് സ്റ്റിൽ എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് എപ്പോഴും ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഭയങ്കര ടാസ്ക്കായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ടു ബി ഹോണസ്റ്റ്, 1ാം ക്ലാസ്സിൽ പോയൊരു കുട്ടീൻ്റെ ഒരു അനുഭവം ഉണ്ടല്ലോ. ഫസ്റ്റ് ഡേ നമ്മൾ ഒരു സ്കൂളിൽ പോകുന്ന സമയത്ത് ആ ഒരു അനുഭവം ഉണ്ടല്ലോ, ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ. അതേ അവസ്ഥയായിരുന്നു, നല്ല കരച്ചിലായിരുന്നു ഞാൻ എന്നുള്ളത് ഹോസ്റ്റലിൽ. അതായത് ക്ലാസ്സൊന്നും അല്ലെങ്കിൽ പിള്ളേരുടെ അടുത്തൊന്നും അല്ല, ഞാൻ ഹോസ്റ്റലിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പുതപ്പിൻ്റെ ഇടയിൽ അയ്യോ കരഞ്ഞ് സീനാക്കിയായിരുന്നു. പിന്നീട് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഈ ഒരു വീക്കെൻഡൊക്കെ വീട്ടിൽ പോകുമല്ലോ, ആ ഒരു സമയത്ത് സൺഡേ വീണ്ടും തിരിച്ച് ഹോസ്റ്റലിലേക്ക് തന്നെ പോവുക എന്ന് പറയുന്ന ഒരു കാര്യം ഭയങ്കര ടാസ്ക്കായിരുന്നു എനിക്ക്. വീണ്ടും ഇവരെ വിട്ടിട്ട് വീണ്ടും പോവുക എന്ന് പറയുന്നത് എനിക്ക് ഒരു ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ അവിടെ ഹോസ്റ്റലിൽ പോയിട്ട് ആ സൺഡേ ഇങ്ങനെ രാത്രിയാവുന്നവരെ ഉറങ്ങി എണീക്കുന്നവരെ ഇങ്ങനെ കാത്തിരിക്കണം. എൻ്റെ ഒരു ടൈം ഇങ്ങനെ പോകണമല്ലോ. രാവിലെ ആയിക്കഴിഞ്ഞാൽ പിള്ളേരടുത്ത് ഇങ്ങനെ നിൽക്കാം, അപ്പോൾ കുറച്ചുകൂടി ആവും പിള്ളേരടുത്ത് സംസാരിച്ച് കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരു കാര്യമാണ്. ഇതിപ്പോൾ ഈ ഒരു പഠിക്കുന്ന സമയത്തെ കാര്യമാണോ പറഞ്ഞത്. ഈവൻ കഴിഞ്ഞ വർഷം ഞാനിങ്ങനെ കാലിക്കറ്റിലോട്ട് വന്ന സമയത്ത് തന്നെ സെയിം സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക് എന്നുള്ളത്. കരഞ്ഞ് ശ്വാസം എടുക്കാൻ പറ്റാണ്ട് ഇങ്ങനെ തനിയിങ്ങനെ മെല്ലെ നിർത്തും. ലാസ്റ്റ് എനിക്ക് കുറേ കരഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൂക്കടയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിങ്ങനെ പതിയെ ഉറങ്ങിപ്പോവും. അങ്ങനെ ഉറങ്ങി ആ ഒരു സമയം ഇങ്ങനെ പോകും. അങ്ങനെയായിരുന്നു ഞാൻ ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. കാരണം എനിക്കിങ്ങനെ പെട്ടെന്നൊരു വേറൊരു സ്പേസിലേക്ക് മാറുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തീരെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നെ സംബന്ധിച്ച് എന്നുള്ളത്. ഈവൻ ആ ഒരു സമയത്ത്, അതായത് കണ്ണൂരിലുള്ള സമയത്ത് തന്നെ അവിടുന്ന് സാർ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനൊരു ഓഫർ ഉണ്ട്, നിനക്ക് മാറാനായിട്ട് താല്പര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ കരിയറിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അവർ തന്നെ പറഞ്ഞായിരുന്നു എന്നോട്, നീ ഒരു ഹോം സിക്ക് ആയിട്ടുള്ള പേഴ്സണല്ലേ, പിന്നെ എങ്ങനെയാണ് നിനക്ക് അത് മാറാൻ പറ്റുക എന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെ സംസാരിച്ചായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു. പക്ഷേ സെയിം സിറ്റുവേഷൻ തന്നെയായിരുന്നു ഇവിടെയും എന്നുള്ളത്. സെയിം അവസ്ഥയായിരുന്നു ഇവിടെ എന്നുള്ളത്. ഇവിടെ വന്ന് ആ ഒരു ഫസ്റ്റ് വീക്കുള്ള ഒരു മാസത്തിന് മുകളിൽ ഞാൻ ഇതേ അവസ്ഥയായിരുന്നു. എന്നെ സംബന്ധിച്ച് സാധാരണ 1 മാസം 1-2 മാസം എടുക്കും, എങ്ങനെ ആയാലും എടുക്കും നോർമലി ഞാൻ അഡാപ്റ്റ് ആവാനായിട്ട് പുതിയ ആൾക്കാരുടെ അടുത്തേക്ക് അല്ലെങ്കിൽ പുതിയ സിസ്റ്റത്തിൻ്റെ അടുത്തേക്ക് അഡാപ്റ്റ് ആവാനായിട്ട് ഞാൻ എങ്ങനെയും സമയം എടുക്കാറുണ്ട്. ആൻഡ് എനിക്കറിയാം ഇത് ഭയങ്കര വലിയൊരു പീരീഡാണ്. പക്ഷേ ഇവൻ തോ ഞാനിങ്ങനെയാണ് എനിവേസ് ഈ ഒരു ഹോം സിക്നെസ്സിനെ കുറിച്ചാണല്ലോ പറയാം എന്ന് പറഞ്ഞത്. സോ ഹോം സിക്നെസ് എന്താണ്? ഈ പറഞ്ഞ ഹോം സിക്നെസ് നമ്മളുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് നിന്നൊക്കെ മാറാൻ പറ്റാണ്ട് അവരെ വിട്ട് മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ സങ്കടങ്ങളും ഒരു ഇമോഷണൽ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഹോം സിക്നെസ് എന്ന് പറയുന്നത്. അത് ഇമോഷണലി ആവണമെന്നില്ല, ഇമോഷണലി ഫിസിക്കലി ഒക്കെ ആവാം എന്നുള്ളത്. അതാണ് ഈ പറഞ്ഞ ഒരു ഹോം സിക്നെസ് എന്ന് പറയുന്നത്. ആൻഡ് പലരും ഈ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ മെൻ്റൽ ഇൽനെസ്സൊക്കെ ആയിട്ടാണ് ഈ ഒരു അവസ്ഥയെ, അതായത് ഹോം സിക്നെസ്സിനെ കാണുന്നത് എന്നുള്ളത്.
എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. അതൊക്കെ ജഡ്ജ് ചെയ്യുന്നതിന് പകരം ഇത് വളരെ നോർമലാണ് എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഒന്നുമില്ലെങ്കിലും എന്താണ്, നിങ്ങൾ അവരെ അത്ര ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ അവർ വീട്ടിൽ എന്താണ്, അവർ വീട്ടിൽ മാറി നിൽക്കാനായിട്ട് പറ്റാത്തത്, ആ ഒരു കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ എന്നുള്ളത്. ആൻഡ് ചില സമയങ്ങളിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡം ഫീലിങ് കാര്യങ്ങളൊക്കെ അടിക്കാറുണ്ട്. എന്താണ്, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെയാണ് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് നമ്മൾ ഭയങ്കര ഡം ഫീലിംഗ് ഒക്കെ അടിക്കും. പക്ഷേ എന്താണ്, ഒരു കാര്യം കൂടി നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കംഫേർട്ട്സ് ഒന്ന് പുറത്ത് വന്നിട്ടില്ല എങ്കിൽ നമ്മുടെ ഡ്രീംസ് ഒന്നും തന്നെ നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇത് നിങ്ങൾ പഴയ മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യമാണ് ഈ ഒരു കംഫേർട്ട്സും ബ്രേക്ക് ചെയ്യണം, അതാക്കണം ഇതാക്കണം എന്നൊക്കെ. യെസ്, അത് ഇപ്പോഴും ഞാൻ ആവർത്തിക്കുകയാണ്, കംഫേർട്ട്സും ബ്രേക്ക് ചെയ്യാണ്ട് നമുക്കൊന്നും തന്നെ നേടാനായിട്ട് പറ്റില്ല. നമ്മൾ സ്പേസിന് എന്ത് തന്നെ ആയാലും കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവും. ആ ഒരു ലിമിറ്റേഷൻ വിട്ട് പുറത്ത് വരിക എന്നുള്ളതാണ്, എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത്. എന്താണ്, വീടിനെ ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഫ്രെയിംസോ നമ്മുടെ ഫാമിലിയുടെ ഫോട്ടോസൊക്കെ വെച്ചുള്ള ഒരു ഫ്രെയിമോ, അല്ലെങ്കിൽ എന്തെങ്കിലും വീടുമായിട്ട് ഒരു കണക്ഷൻ തോന്നുന്ന ഒരു കാര്യം അതൊന്ന് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് വീടുമായിട്ട് എപ്പോഴും അറ്റാച്ച്മെൻ്റ് ഉണ്ട്, എന്താണ് നമുക്കതിങ്ങനെ ഓർക്കാനായിട്ട് പറ്റും. പക്ഷേ എന്താണ്, നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലി അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾക്കൊന്നും ഫോക്കസ് ചെയ്യാനുള്ള ടൈമോ അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു സ്പേസോ ഒന്നും നമുക്ക് കിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു അതിന് വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷനൊന്നും നമുക്ക് കിട്ടുന്നുണ്ടാവില്ല എന്നുള്ളത്. ആൻഡ് അതുപോലെ എന്താണ്, പഴയ മെമ്മറീസൊക്കെ കീപ്പ് ചെയ്യണം, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഓർക്കണം. പക്ഷേ എന്താണ്, നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ പഴയ മെമ്മറീസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പുതിയ മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഫ്രഷ് ആയിട്ടുള്ള മനുഷ്യന്മാരെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, അവരെ എക്സ്പ്ലോർ ചെയ്യാം, അവരുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാം. ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങളുടെ കംഫേർട്സ് കൊണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. അവരുമായിട്ടുള്ള കോൺവേഴ്സേഷൻസ് നിങ്ങളുടെ ഡ്രീമിനെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കും. നിങ്ങൾ അവരുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതും ഓരോ കാര്യങ്ങളുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതും ഒക്കെ എന്താണ്, നമ്മളുടെ നല്ലപോലെ പുതിയ വഴികളിലൂടെ ചിന്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്. ഒരുപാട് പേഴ്സ്പെക്റ്റീവ്സ് നമുക്കിതിലൂടെ കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ അതിലൂടെ അറിയാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഒരുപാട് പേരുടെ പേഴ്സ്പെക്റ്റീവ്സ്, ഓരോ ആൾക്കാരും ചിന്തിക്കുന്നത് വേറെ വേറെ രീതിയിലായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അതിൽ നല്ലത് എന്താണോ അത് നമുക്ക് അഡാപ്റ്റ് ചെയ്യാനും വേണ്ടാത്തത് എന്താണോ അത് മാറ്റിയെടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഓൺട്രപ്രണർഷിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാവാം എന്നുള്ളത്. അത് പറയാനായിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ക്രിയേറ്റീവ് ഗൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് തന്നെയാണ് ഒരു വലിയൊരു എക്സാമ്പിൾ എന്നുള്ളത്. കാരണം എനിക്ക് അവനെ കിട്ടിയതുകൊണ്ടാണ് ക്രിയേറ്റീവ് ഗൈഡ് എന്നുള്ള സംഭവം ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു സെപ്പറേറ്റ് ഏജൻസി പോലെയൊക്കെയോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു സെപ്പറേറ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ബേസ് പ്ലാൻ ഉണ്ടായത്. പ്ലാൻ ഉണ്ട്, പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ നയിക്കാനായിട്ട് ഒരാൾക്കാരുണ്ടാവുക, അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ സെയിം സ്കില്ലുള്ള ആൾക്കാരല്ലല്ലോ നമുക്ക് വേണ്ടേ. അല്ലെങ്കിൽ നമ്മൾ ഒരു ബിസിനസ് പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്കില്ലുള്ള ആൾക്കാർ വേണം. കാരണം എല്ലാം കൂടി ഒരുമിച്ച് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെയിം ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ, ലൈക്ക് മൈൻഡഡ് ആണ് പക്ഷേ സെയിം സ്കില്ലുള്ള ആൾക്കാരായി കഴിഞ്ഞാൽ കിട്ടത്തില്ല, അല്ലെങ്കിൽ അത് പറ്റത്തില്ല. പക്ഷേ വേറൊരു കാര്യത്തിൽ ടോപ്പ് സ്കില്ലിൽ നിൽക്കുന്ന ഇപ്പോൾ ഞാൻ എൻ്റെ ക്രിയേറ്റീവ് സൈഡാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സൈഡ് സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിരിക്കണം അപ്പുറത്ത് വേണ്ടത്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും കൂടി ബെറ്റർ അടിപൊളിയായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതേസമയം രണ്ടുപേരും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ഡിജിറ്റലി ഗ്രോ ചെയ്യണമെന്നില്ല, ക്രിയേറ്റീവ് സാധനം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ അത് മാർക്കറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ബിസിനസ് പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് വേറൊരു സ്കില്ലിൽ ടോപ്പായിട്ട് നിൽക്കുന്ന ആൾക്കാർ വേണം തിരഞ്ഞെടുക്കാനായിട്ട് എന്നുള്ളത്. അതൊക്കെ ഈ പറഞ്ഞ കംഫേർട്ട്സും ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ് വേറൊരു കാര്യം എന്നുള്ളത്. പിന്നെ നമ്മൾ ഹെൽത്തി ആയിട്ട് നിൽക്കുക, എൻഗേജ്ഡ് ആയിട്ട് നിർത്തുക. അതായത് ഡെയിലി ഒരു 1 hour മീ ടൈമായിട്ട് നമ്മൾക്ക് വേണ്ടി തന്നെ മാറ്റി വയ്ക്കുക. നമ്മളുടെ ഇമോഷൻസിന്, നമ്മളുടെ ഹാപ്പിനെസ്സിന്, നമ്മളുടെ ഡ്രീംസൊക്കെ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ജേർണൽ ചെയ്ത് വെക്കാം. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ കുറേ കഴിഞ്ഞിട്ട് നിങ്ങൾ റിയലൈസ് ചെയ്യും ഹൗ ഫാർ യു ആർ ഫ്രം യു സ്റ്റാർട്ടഡ് എന്നുള്ളത്. ആൻഡ് എന്താണ് ആ ഒരു ഫീലിംഗ് ഒക്കെ ഉറപ്പായിട്ടും നിങ്ങളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും എന്നുള്ളത്, നിങ്ങളെ സ്ട്രോങ് ആക്കും എന്നുള്ളത്.
ആൻഡ് ഓൾവേസ് സ്റ്റേ കണക്റ്റഡ് ടു യുവർ ഫാമിലി. ഓരോ മൊമെൻറ്റ്സും നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ട് ഷെയർ ചെയ്യൂ എന്നുള്ളത്. അവർക്ക് നമ്മളെ പോലെ തന്നെ ഭയങ്കര ഒരു വേവലാതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ കൊച്ച് അവിടെ ഹാപ്പി ആയിരിക്കും എന്നൊക്കെ, അല്ലെങ്കിൽ അവൻ അവിടെ ഒറ്റയ്ക്കല്ലേ, അല്ലെങ്കിൽ അവൾ അവിടെ ഒറ്റയ്ക്കല്ലേ, നമ്മളെ വിട്ട് ഇങ്ങനെ ആദ്യമായിട്ടല്ലേ മാറി നിൽക്കുന്നത് എന്നൊക്കെ തോട്ട് അവർക്കും ഉണ്ടാകും എന്നുള്ളത്. ഫുഡൊക്കെ സമയത്ത് കഴിക്കുന്നുണ്ടോ, അവർ ഹാപ്പി ആയിരിക്കും എന്നൊക്കെ അവർക്കും ഇങ്ങനെ അവരുടെ മൈൻഡിലും ഇങ്ങനെ പോകുന്നുണ്ടാവും. ആൻഡ് നിങ്ങൾ അവരെ വിളിച്ചിട്ട് ഒന്ന് അപ്ഡേറ്റഡ് ആയിരിക്കുന്നത് അവരെ കുറച്ചുകൂടെ ഹാപ്പി ആക്കും എന്നുള്ളതാണ്. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം അവരെ ഹാപ്പി ആയി കാണുന്നത് നമുക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം എന്നുള്ളത്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ചിന്തയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അല്ല, വേറൊരു സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് ചിന്തിക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ള തോട്ട്സാണ് നമുക്ക് വരിക എന്നുള്ളത്. അതായത് നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് ചിന്തിക്കുമ്പോൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ആ ഒരു നെഗറ്റീവ് സാധനം ഉണ്ടല്ലോ, അതായിരിക്കും നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടാവുക. അതായത് നെഗറ്റീവ് ഇമോഷൻസിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല എന്നുള്ളത്. അത് നമ്മളെ കുറച്ചുകൂടി നെഗറ്റീവ് ഇമോഷൻസിനെ വീണ്ടും അട്രാക്റ്റ് ചെയ്യാനായിട്ട് മാത്രമേ ഹെൽപ്പ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് കാര്യം എന്നുള്ളത്. അതായത് നമ്മളെ എൻഗേജ്ഡ് ആക്കുന്ന, നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. നെഗറ്റീവ് ഇമോഷൻസ് അവിടെ വിട്ടേക്കുക. അതിനെക്കുറിച്ച് ആലോചിച്ച് നിന്ന് കഴിഞ്ഞാൽ നെഗറ്റീവ് സാധനം മാത്രമേ അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പോസിറ്റീവ് സൈഡ്സ് മാത്രം അതിന് മാത്രം ഫോക്കസ് ചെയ്യുക. നെഗറ്റീവ്സ് അവിടെ ഇട്ടേക്ക്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് മാറ്റണം എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നെഗറ്റീവ് വീണ്ടും അട്രാക്റ്റ് ചെയ്യും. പോസിറ്റീവ്സ് മാത്രം നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളതിൽ സക്സസ്ഫുൾ ആവും. സോ അത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത്. നമ്മളെ എൻഗേജ് ചെയ്യിക്കുന്ന, നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങളായിരിക്കുന്ന ഒരു സ്പേസ്, നിങ്ങളുടെ വർക്ക് സ്പേസിലോ അല്ലെങ്കിൽ കോളേജിലോ സ്കൂളിലോ എവിടെയാണെങ്കിലും അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. അത് നിങ്ങളെ നമ്മളെ പോലെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്. നിങ്ങളുടെ ഒരു സെക്കൻഡ് ഹോമായിട്ട് അത് ബിൽഡ് ചെയ്യണം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫ്രണ്ട് സർക്കിളായിരിക്കും, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആവും. അത് എന്ത് തന്നെ ആയാലും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്. ആൻഡ് ഇവിടെ എൻ്റെ വർക്ക് സ്പേസിലുള്ള ആൾക്കാർ എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഒരു റിലേഷൻഷിപ്പിലായതിനു ശേഷമാണ് ഞാൻ ഇത്ര ആക്റ്റീവ് ആയത് എന്നുള്ളതൊക്കെ. എനിക്ക് അറിഞ്ഞൂടാ, മേ ബി അതാവാം റീസൺ. എനിവേസ് ഐ എം ലിവിങ് മൈ ലൈഫ് ഹിയർ. എനിവേസ് ഇതൊക്കെ ഫോളോ ചെയ്യും, നിങ്ങളിതൊക്കെ ഫോളോ ചെയ്യും എന്ന് വിചാരിക്കുകയാണ്. ഹോം സിക്നസ് ഒക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു എപ്പിസോഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന് വിചാരിക്കുകയാണ്. നിങ്ങളെ മാറി ചിന്തിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്, കൂടുതൽ അക്ഷയ പ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.